അപ്പം കൊച്ചുവിനെ വിളിക്കാൻ പോവുക. കണിയാണ്. ഞങ്ങൾ രണ്ടുപേരും കണിയുണ്ട്. ഈ കൊച്ചുവിനെ വിളിക്കാൻ പോകും. താമസിച്ച് ഉറങ്ങി. കൊച്ചേ കണ്ണെടുത്ത് തുറക്കല്ലേ. പോയി കണ്ണെടുത്തു വാ കണിയാണേ. കണ്ണെടുത്തിട്ട് വാ. കണ്ണെടുത്തോ. കണ്ണ് തുറക്ക മാട്ടെ. ചെറുപ്പകാലത്ത് അങ്ങോട്ട് കിടന്നു നോക്കി. കണ്ണ് പൊത്തടിയുണ്ട്. കണ്ണ് എനിക്ക് നീളം കിട്ടണ്ടേ. ഈ ചെറിയ എങ്ങനെ താഴെത്തിക്ക്. പോരട്ടെ പോരട്ടെ. ഇവിടെ താഴെ കിടത്തിയാ കൈ തൊഴു കൈ തൊഴു. ഞാൻ എന്നിട്ട് കൈ എടുക്കാം. തുറന്നു ഇത് ലൈറ്റ് ഇട്ടാ കണി റെഡി ഗൈസ്. കണി റെഡി. കാണിച്ചില്ല എല്ലാരും കണ്ണടക്കി. എല്ലാവർക്കും ഹാപ്പി വിഷു. നിങ്ങളുടെ കണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. എന്റെ കണി അടിപൊളിയായിരുന്നു. സൂപ്പർ കണി. കഴിഞ്ഞിട്ടോ. தூய செந்தமிழ் ஆரீராரோ ஆராரோ தங்க கைவளை வைர கைவளை ஆரீராரோ ஆராரோ இந்த நாளிலே வந்த நாளும் மாறாதோ கண்கள் ഞാൻ രണ്ടാമത് പോയത് தூய செந்தமிழ் തീർന്നിട്ടില്ല. വിഷുക്കോടി விழி பேசிடும் மொழிதான் இந்த പുതുമൊഴി. എല്ലാവർക്കും ഇപ്പം ഹാപ്പി വിഷു. വിഷു ഒക്കെ അടിച്ച് പൊളിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അമ്മ കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവാ. ഓ എന്തൊരു ലുക്ക് അമ്മയൊക്കെ. എനിക്ക് വയ്യ. ഇവിടുത്തേക്ക് ശരിയായി ഇപ്രാവശ്യം. നല്ല സാരി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ബ്ലൗസും കൊള്ളാം അല്ലേ. ഓ അച്ഛൻ്റെ ലുക്ക്. ഓ സീൻ. പോക്കറ്റ് ഇല്ല. അത് കുഴപ്പമില്ല. എനിക്ക് പോക്കറ്റ് വേണമെന്നില്ല. ഇത് ലൈൻ ഷർട്ടാ കേട്ടോ. വൈറ്റ് ലൈൻ ഷർട്ട് മേടിച്ച അച്ഛന്. കൊള്ളാച്ചാ. ഈ മെറ്റീരിയൽ സൂപ്പർ അല്ലേ. തുണി നല്ലതാ. ഹായ് ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടോ? കണ്ട്. ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. 1-ാം തീയതി ഇരിക്കലേ. എന്നാരും വിളിച്ചില്ലല്ലോ 1-ാം തീയതി. കുഞ്ഞിലേക്ക് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോവായിരുന്നു. 1-ാം തീയതി വിളിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പൊ 100 രൂപയും 50 രൂപയൊക്കെ കിട്ടും. ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാട്ടോ. ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട്, കൃഷ്ണന്റെ തിരുവയ്ക്കോട് അമ്പലം. അങ്ങോട്ടേക്കാണ് പോണത്. ദൈവമേ
ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തി കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെയും കുളത്തൂപ്പുഴയൊക്കെ നല്ല തിരക്കായിരിക്കും ഇന്ന്. കുളത്തൂപ്പുഴ നമുക്ക് അടുക്കാനേ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. വെടി വഴിപാടിനൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ. വെടി വഴിപാട് അല്ലേ? ഭഗീതരപിള്ള വലിയ വെടി ഒന്ന്, ചെറിയ വെടി ഒന്ന്. ദൈവമേ, എത്ര വെടി വഴിപാടുണ്ടായിരുന്നു? ഒന്നേ ഉണ്ടായിരുന്നല്ലേ? ഒരുമിച്ചാണ് കേട്ടത്. എനിക്ക് ഒറ്റ വെടിയായിട്ടാണല്ലോ തോന്നിയത്. രണ്ട് വെടി ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അച്ഛൻ 2 വെടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാർക്കായിരുന്നു, ഒന്ന് എനിക്കായിരുന്നു. ഭഗീരഥ പിള്ളക്ക് ഒരു വെടി. ഞാൻ ഇവിടെ ഒത്തിരി വർഷമായിട്ട് ഈ അമ്പലത്തിലൊക്കെ വന്നിട്ട് ഞാൻ ഇങ്ങോട്ടുള്ള വഴിയും മറന്നു പോയിച്ചാ. എത്രാമത്തെ തൊട്ടാ തുടങ്ങിയോ ഞാൻ പേടിക്കുന്നു. പെട്ടെന്ന് എനിക്കറിയാം ഇത് പൊട്ടുമോ, എന്നാലും എനിക്ക് സൗണ്ട് പേടി വരും. ഓക്കെ, തൊഴുതിട്ട് വരാട്ടോ. അങ്കനമാർ മൗലിമണി തിങ്കളാശേ ചാരുശീലേ അങ്കനമാർ മൗലിമണി തിങ്കളാശേ ചാരുശീലേ. ഓ, അച്ഛൻ്റെ ആ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന നോക്കി. അടിപൊളി, നല്ല സൺലൈറ്റ് ആയിരുന്നു കേട്ടോ. ആ ഭഗവാന്റെ ഒരു രൂപയുടെ കോവിനൊക്കെ വെച്ച് വിഷുക്കൈ നീട്ടം എല്ലാവർക്കും കിട്ടി കേട്ടോ. വിഷുക്കൈ നീട്ടം. ഞാൻ ഒത്തിരി വർഷമായി ഈ അമ്പലത്തിലൊക്കെ വന്നിട്ട്. ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങോട്ടുള്ള വഴിയെ ഞാൻ മറന്നുപോയി. അവിടെ വന്നിട്ട് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് കൊച്ചിലേക്ക് വരുമായിരുന്നു, ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വരുമായിരുന്നു ഈ അമ്പലത്തിൽ. പിന്നീടൊന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. എത്രയെങ്കിലും വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ വരുന്നത്. ഉത്സവത്തിനൊന്നും വന്നിട്ടില്ല. വീട്ടിലോട്ട് പോവാം. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. കാപ്പി ഉണ്ടാക്കണം. അച്ഛൻ ഇന്ന് പണിയുണ്ടല്ലേ? 1-ാം തീയതി ആയതുകൊണ്ട് അച്ഛന് എവിടെയെങ്കിലും പണിക്ക് പോകേ പറ്റത്തുള്ളൂ കേട്ടോ. 1-ാം തീയതി പണിക്ക് പോയില്ലേ എന്താ അച്ഛാ? അങ്ങനെ ഒരു ഇതാ ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് വന്ന കേട്ടോ. ഇതൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്ത് വാഴയിലേക്ക് എല്ലാം 1-ാം തീയതി ഇങ്ങനെ വണ്ടി പോകുന്നത്. ബെറ്റർ സ്റ്റാർട്ട്. ഇവിടെ പിന്നെ ചെളിയാ ഫുള്ള്. പിന്നെ പണിക്ക് പോകണോണ്ട് എപ്പോഴും കഴുകാൻ പറ്റത്തില്ലല്ലേ വണ്ടി. ഇത് എന്തേലും ഇത് പമ്പരോ ഫ്രണ്ട് ഇരിക്കുന്നതാ. ഇതൊക്കെ MBD കണ്ടാ പറ്റിയാട്ടോ. ഇത് ഓടുമ്പോ കറങ്ങോ? ഇതെല്ലാം അവന്റെ സെറ്റപ്പ് ആട്ടോ. ഇരിക്കുന്നുണ്ട്. ഓ സ്റ്റൈല് എനിക്ക് വയ്യ, അവരെ കാണിച്ചു പോകാൻ. ഓക്കെ, ഇത് വണ്ടിയിലോട്ട് വെച്ചോ. കൊന്നപ്പോ കേട്ടാ. തരാം. മൂത്തമ്മയൊക്കെ വന്നു കേട്ടോ. ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു കണിയൊക്കെ? അടിപൊളി. അമ്പലത്തിലൊക്കെ പോയാ രാവിലെ? പോയി. തുളസിപ്പൂവൊക്കെ ഇരിക്കണം. ഞങ്ങളുടെ കണി എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ കണിയാണ്. വിഷു പ്രമാണിച്ച് എല്ലാരും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ആരോ നോക്കൂ നിന്ന് അറിയുന്നത് ഒരു കൊച്ചു മനുഷ്യരാതെ പറ. വലിയൊരു ജോലി. കൊച്ചു മനുഷ്യന് വലിയൊരു ജോലി കൊടുത്തേക്കും അമ്മ. ഇതെന്തിനാ? ക്യാരറ്റ് പായസമാണോ? ആ, അമ്മയുടെ ക്യാരറ്റ് പായസം കൂട്ടിയിട്ടില്ലല്ലേ? സൂപ്പറാ. ഒരു വട്ടം വെച്ചിട്ടുള്ളൂ, പക്ഷെ ഇന്ന് അത് കണക്കാവോന്ന് അറിയത്തില്ല. നോക്കാം. ഹായ്, ഹാപ്പി വിഷു. രാവിലെ അമ്പലത്തിലൊക്കെ പോയോ? പോയി. അമ്മ എന്താ ഉണ്ടാക്കുന്നത്? അമ്മ ഫുള്ള് തിരക്കാ. അമ്മയ്ക്ക് ഇന്ന് പരാതിയായിരുന്നു, ഇന്ന് ആരും ഇല്ലായിരിക്കും, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു വേവിക്കാൻ. അതാണ്ട് അടുക്കള നിറച്ച ആളായിട്ടുണ്ട് വേവിക്കാൻ. അയ്യോ, അനുമോൾ വൻ ലുക്കിൽ. ഇവർക്ക് ക്യാമറ വരുമ്പോഴേ പേടിയാ. ഓക്കെ, അച്ഛൻ പോയി. അച്ഛൻ വിളിച്ചാ? അമ്മാമ്മക്ക് ഇതിന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇന്നല്ലേ പഠിച്ചാ? വെക്കുക. ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ പരീക്ഷിക്കണം. അമ്പഴക്ക, മത്തങ്ങയും പായസം വെക്കും. ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾ എടുത്ത് വെക്കും. അങ്ങനെയൊന്നുമില്ല. ചൂടുണ്ടോന്ന് നോക്കി അമ്മാമ്മ നോക്ക്. അച്ചാച്ചോ ഇത് റെഡിയായി. നമുക്ക് ഓരോളത്ത് കുടിക്കാം. വാ. ആ, ക്യാരറ്റ് ഇടാം. നമ്മള് ക്യാരറ്റ് ഇടുമ്പോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് വെക്കണേ 2 പേര് വേണം. അല്ല, ഇത് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റും. ഞാൻ എന്റെ പാതി അതിനൊക്കെ ഫുൾ മണ്ടത്തരവാ. അമ്മാമ്മ അല്ലേ? ഞായറാഴ്ച നമ്മളെല്ലാം ഒരേ സെറ്റാ. എന്റെ മണ്ടത്തിൽ കുറെ കൂടെ ഉണ്ട് അമ്മയ്ക്ക്.
അതിന്റെ കുറച്ചേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതല്ലേ ഇപ്പൊ മനസ്സിലായി ഞങ്ങൾക്കൊക്കെ എവിടെ നിന്നായി ബുദ്ധി വന്നത്. മൊത്തം നീ വെറും പൊട്ടനാന്ന് പറയുമ്പോ എനിക്ക് മൊത്തം എന്റെ കുടുംബത്തോടെ പറയും പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അമ്മാമ്മ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അമ്മ വയസ്സായി. അന്നൊക്കെ പിന്നെ 4ാം ക്ലാസ് തന്നെ മെയിൻ പഠിത്തം. അച്ചാച്ചനൊരു കസാര കിട്ടി. ആട് കറക്കട്ടെ. കളർ അങ്ങനെ ഉണ്ട്, നല്ലതല്ലേ? ഞാനൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതും കൂടെ ഒഴിക്കാം, ശർക്കരയും കൂടെ ഒഴിക്കാം. ഇതില് കുങ്കുമപ്പൂ ഇട്ടണക്ക് ഇരിക്കുന്നില്ലേ കളറ്? ഓക്കെ, തീ കുറവാണ്. തീയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 3 അടുപ്പാ പൊട്ടിച്ചെന്ന്. 3 അടുപ്പിന്റെ ഒരു കാര്യമുണ്ട്. ഈ 3 അടുപ്പിലും പാത്രം വെക്കാൻ പാടാ. അത് വെക്കാനൊക്കെ പറ്റും, ചെറുത് വെച്ചാൽ മതി. അങ്ങനെ അങ്ങ് തോപ്പിക്കാൻ പറ്റൂല കേട്ടോ. പോരാത്തതിന് ഇൻഡക്ഷനും ഉണ്ട്, അതും എടുത്ത് അപ്പുറത്ത് നോക്കി ഞങ്ങള്. പറ്റത്തില്ല ബാബാ തോപ്പിക്കാൻ. ഇതൊക്കെ തുരുമ്പായി ഒരെണ്ണം. ഒരു ഇത് ചൂടാണോ ഇതിന്റെ മറ്റേ സാധനമൊക്കെ വെക്കുന്ന സാധനമൊക്കെ ഊരി കേട്ടോ. തുരുമ്പിച്ച് തുരുമ്പെടുത്ത് പോയി മൊത്തം. ഓട്ടോമാറ്റിക് ആണിത്. അതൊക്കറിയാം. മൂക്കട കലാവിരുദ്ധ അതൊക്കെ. എങ്ങനെ അവിടെ നിന്നല്ലേ പഠിക്കുന്ന? ഒരുപാട് ചിരിക്കണ്ട, അവിടെ നിന്നെല്ലാം പഠിച്ചോണ്ട് വരുന്നത്. അതാ വിട്ടെ ഒമ്പൽസി അല്ലേ. പായസവും പപ്പടവും കൂടെ ഇളക്കി തന്നെ അടിപൊളി ടേസ്റ്റാ. അത് ഏത് പായസത്തിന്റെ കൂടെ നല്ലേ? സമ്മതിച്ചു തരത്തില്ലല്ലേ? ഇത് ക്യാരറ്റ് പായസം തിന്നിട്ടില്ലല്ലോ. തിന്നു നോക്കണം. ഞാൻ ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് ഇത് കുളവാക്കല്ലേ കേട്ടോ. ഗൈസ്, ഇപ്പോൾ സമയം ഏതാണ്ട് 1:30 ആയിട്ടുണ്ട്. അമ്മ അതേണ്ട സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെ കൊണ്ടമ്മ പറഞ്ഞുകൂടി? ഇഞ്ചി, നാരങ്ങ, തോരൻ, അവിയൽ, പച്ചടി, പരിപ്പ്, മോരുകറി, സാമ്പാർ, ക്യാരറ്റ് പായസം. മുത്തമ്മ എങ്ങനെയുണ്ട്? മുത്തച്ഛ സൂപ്പർ. മാമ കൊള്ളാം, സൂപ്പർ. വിഷു എല്ലാരും റിവ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അച്ഛൻ ഇല്ല കേട്ടോ. അച്ഛൻ പണിക്ക് പോയിട്ട് ഇനി വരാൻ പറ്റൂലെന്നൊക്കെ പറയുന്നു. പണി അവിടെ ജോലിക്കാരിക്കുന്ന അവിടെ മരം പുഴൊക്കെ വന്നു. അച്ഛൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പണി തീർന്നാ? വരത്തില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യം കൊച്ചു ആകെ വിഷമിച്ചിരുന്നത് വണ്ടിയുടെ അരപ്പ് കേട്ടപ്പോഴാ കൊച്ചു ചോറ് അപ്പോഴേ നീങ്ങി. ഞാൻ രാവിലെ ചോദിച്ചില്ലേ പോണോ പോണ്ടേന്ന്, എന്നിട്ട് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എന്നാ പോണ്ടല്ലേ പോവാനായിട്ട് റെഡി ആയിട്ട് നിന്നാ? 1-ാം തീയതി ഞാൻ പിന്നെ ഒന്നും പറയാം. ഞാൻ വിചാരിച്ചു വരുമെന്ന് വിചാരിച്ചു. നിന്റെ കഴിക്കാൻ വരില്ലെന്ന് പറയാം. കുളത്തിന്റെ കരക്കാ പണി. എവിടെ? സ്കൂളിന്റെ അവിടുത്തെ CP സ്കൂളിന്റെ അവിടെ അല്ലേ? കുടുംബക്കാരെല്ലാം കൂടെ ഒരു ചെറിയൊരു ഹാപ്പി വിഷു അല്ലേ? അതെ, ചെറിയൊരു വിഷു. നമ്മളെ ഹാപ്പി വിഷു. കൊള്ളാലേ? അടിപൊളി. ഹാപ്പി വിഷു. എല്ലാരും വ്ളോഗൊക്കെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഇന്നലത്തെ കണിയൊരുക്കല്. ഹാപ്പി മിണ്ടത്തില്ല. ചതിയ എന്നെ വഞ്ചിച്ചു. ആര്? അച്ഛൻ. ഞാൻ ഉച്ചക്ക് ചോറുണ്ടാൻ വന്നായിരുന്നല്ലേ? വന്നിട്ട് അപ്പോഴേ പോയില്ലേ? അത് പിന്നെ എനിക്ക് പഠിക്കുന്നുണ്ടാവില്ല. അച്ഛൻ വന്നിട്ട് അങ്ങ് വലിഞ്ഞ് ഗൈസ്. ഓക്കെ, ഈ വിഷു ഇപ്പൊ ഓണാക്കണമെന്നാ പറ്റൂ? എന്നാ അങ്ങനെ ആവട്ടെ. ഞാനും ഒന്ന് ശോകമായി പോയി ഉച്ചക്ക്. ഇപ്പൊ ശോകമായാലും ഇപ്പൊ ഇവിടെ നീ എന്തിരീ കാണിക്കുന്ന? നിനക്ക് എത്ര വയസ്സായിടി? 9 വയസ്സാ. നിന്റെ 9 വയസ്സ് ഞാൻ എന്തിരിയാന്നറിയാവോ? തലേ കുത്തി കയറുന്നടാ നീ ഇവിടെ. സ്കൈ ഷോട്ട് മേടിക്കാൻ പോവാ. പടക്കം ഉണ്ടായിരുന്നു, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വിളിക്കട്ടെ. വിളിച്ച്
ആ പടക്കണ്ണ സേവ് ചെയ്ത പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ആ 500 രൂപ പടക്കം. കട്ടക്കിട് 500 രൂപ കട്ട, 500 രൂപ ഞാൻ കട്ട. 500 രൂപ എന്റെ കട്ട. ഓക്കെ അപ്പൊ 1500 രൂപ സെറ്റ്. ആ കമ്പപ്പരയില് വിളി അണ്ണനെ വിളിക്കട്ടെ, പടക്കണ്ണനെ വിളിക്കട്ടെ. പടക്കണ്ണ ഉണ്ട് ഇന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പൊട്ടിക്കാം പടക്കം. തീപ്പെട്ടിയൊന്നുമില്ല, ആ ഗ്യാസ് കുറ്റി കഴിഞ്ഞ് എടുത്തിട്ടോ. ഇന്ന് വീഡിയോ കത്തിക്കുമ്പോ നമ്മള് സ്കൈ ഷോട്ട് മേടിച്ചോട്ടോ, 60 ഷോട്ട് ഉണ്ട് അല്ലേ? ഇത് പൊട്ടുവെന്നാ അണ്ണൻ പറഞ്ഞ. പിന്നെ ആ അണ്ണൻ പറഞ്ഞ ഭയങ്കരമായിട്ട് പൊട്ടുമെന്ന് പറഞ്ഞ. പിന്നെ നമ്മള് വാണം മേടിച്ചേട്ടോ. വാണം എത്തിച്ചാ ഇവിടെ ഇല്ല, എടുത്തില്ലേ? നമ്മള് വാണം മേടിച്ചു, പിന്നെ കുറച്ച് പൂത്തിരി മേടിച്ചേട്ടാ. സൂക്ഷിച്ചു പിടിക്കണം, പടക്കമാണ്. അങ്ങനെ പറയല്ലേന്നാ? അത് സൂക്ഷിച്ചുണ്ട് അത് പൊട്ടും. തറ വെക്കല്ലേ, ഇത് പൊട്ടും. അത് നീ എന്തിനാ എടുത്തത്? ആ തറ വെക്കില്ലേ നീ? അങ്ങനെ വെച്ചോ, അങ്ങനെ നില്ലേ, സെറ്റ് ചെയ്യട്ടാ. പൊട്ടും അത്. ആ തറ വെക്കല്ലേ, തറ വെക്കില്ലേ. ചുമ്മാരി പേടിക്കല്ലേ. എല്ലാരും പേടിക്കേ. ഹായോരപ്പ 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 ഹായോരപ്പ. കത്തിരി ഇതിനകത്ത് കാണിക്കേ. ആ എന്നാ പിടിച്ചോ. കിട്ടിയില്ലേ? കത്തിയില്ലേ ഇത്? അയ്യോ അതെന്ത് പറ്റി? ഇങ്ങോട്ട് അമ്മേ, അത് കത്തിയിരുന്നായിരുന്നോ? അത് ഞാൻ പിടിച്ചല്ലേ പറയണ്ടേ, എന്റെ കൈ വന്ന്. ഞാൻ വിചാരിച്ച് കത്തിക്കാത്തായിരിക്കുന്നു. ആ കറങ്ങട്ടെ. ആ എനിക്കൊരു പൂത്തിരി, ഞാൻ 4 കറക്ക്. അപ്പോ നമുക്ക് കമ്പത്തിന് തീ കൊടുക്കാം സുഹൃത്തുക്കളെ. കമാൺ കൊടുക്കുവാണേ. എല്ലാരും കുറച്ച് ഡേഞ്ചറാണ് അറിയാലോ. കല്ല് മറിഞ്ഞ് ചരിഞ്ഞാണോ വരുമോ? ഇല്ല, ഇവിടെ നിന്നാലും ഫസ്റ്റ് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കേട്ടോ, ഒറ്റ ആ കല്ല് പൊട്ടി തീർച്ചയായും ഒറ്റ ഷോട്ടേ ഉള്ളൂ, സിംഗിൾ സാധനമാണ്. ഇതൊക്കെ മാറ്റി. പൊട്ടട്ടെ. അണഞ്ഞോ ഇത്? അതിന്റെ സൗണ്ട് കേട്ടോ, വട്ടം കറങ്ങിയായിരുന്നു. ഒരു ചെറിയൊരു ഗോളം കണക്ക് വട്ടം കറങ്ങിട്ട് പൊട്ടിയത്. പോട്ട് മൂത്തമ്മ, അത് കുഴപ്പമില്ല, അത് ശരിയാവും. നമുക്ക് ഇപ്പുറത്തൊക്കെ ശരിയാക്കാ. മൂത്തച്ഛൻ ഒരെണ്ണപ്പെടുന്നാ? മൂത്തച്ഛൻ പറഞ്ഞ വിളക്ക് കത്തിക്കാൻ കത്തിച്ചാൽ മതി. ഓട്ടെ. ഓടല പൊട്ടി മൂത്തമ്മ പൊട്ടിക്ക് പുകയാ. ഇതോട് കൂടിയിട്ട് നമ്മുടെ വിഷു ഫയർ വർക്ക് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഓക്കെ, കത്തിക്കട്ടെ. കത്തി തോന്നില്ലേ? കത്തി ചെവിക്കല്ല് അടിച്ചു പോയി കേട്ടോ.
അമ്മോ എന്തോ സൗണ്ട് ആയിരുന്നു. ഹേ ഗായ്സ്, അപ്പൊ എല്ലാരും ഒക്കെ പോയി കേട്ടോ. ഞങ്ങള് 4 പേരുമായി പിന്നെ ബാക്കി. അപ്പൊ എല്ലാരും ഒക്കെ പോയി. നല്ലൊരു വിഷു ആയിരുന്നു. നമ്മള് കഴിഞ്ഞ വർഷം നമ്മള് വിഷു ആഘോഷിച്ചില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം വിഷു സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചേ. അടിപൊളിയായിരുന്നു. എല്ലാരും ചേച്ചിയൊക്കെ വിളിച്ചൊന്ന് സദ്യ ഒരുങ്ങി കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മള് എല്ലാരും ഒക്കെ ഉള്ള സമയം മാക്സിമം നല്ല ഇവന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം അല്ലെ. അതൊക്കെ എന്നും ഒരു ഓർമ്മകളായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വിഷു ആഘോഷിച്ചത്. അതുകൊണ്ട് ഒരുത്തന് ഭയങ്കര ക്ഷീണം. ഒരാള് ഭദ്രയുടെ കൂടെ കളിച്ച് അവന് ഭയങ്കര ക്ഷീണം. എന്തായാലും ഒരു അടിപൊളി വിഷു തന്നെ ആയിരുന്നു ഗൈസ്. നമ്മള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ വെച്ചു. പക്ഷെ ലാസ്റ്റ് നമ്മൾ അടിച്ചു കൊടുത്തു. അത് കളറാക്കി. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാരും കൂടെ ഉള്ളപ്പോ നല്ല വൈബായിരുന്നു. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്നൊരു ബൈ.